നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. 2026 ജൂലൈ 10 വെള്ളിയാഴ്ച. ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം. തയ്യാറാക്കിയത് ജയറാണി EV. മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം. തൊഴിൽ രംഗത്ത് മികച്ച വിജയവും അംഗീകാരവും ലഭിക്കും. ശുക്രന്റെ അനുകൂല പ്രഭാവം വഴി ധനനേട്ടവും പ്രശസ്തിയും പുതിയ ആഭരണങ്ങളും സ്വന്തമാക്കാൻ സാധിക്കും. അവിവാഹിതർക്ക് വിവാഹയോഗവും ദമ്പതികൾക്കിടയിൽ വലിയ ഐക്യവും കാണുന്നു. സർക്കാർ ജോലി ലഭിക്കാനും അനുകൂലമായ സാഹചര്യമുണ്ട്. ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം. രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം. വായ്പകൾ എടുക്കുമ്പോഴോ മറ്റുള്ളവർക്ക് ജാമ്യം നിൽക്കുമ്പോഴോ ചതിക്കപ്പെടാൻ സാധ്യതയുള്ളതിനാൽ തികഞ്ഞ ജാഗ്രത പാലിക്കുക. വാരാന്ത്യത്തിലെ ഒത്തുചേരലുകളിൽ പുറത്തുനിന്നുള്ള ഭക്ഷണം കർശനമായി ഒഴിവാക്കുക. ഭക്ഷ്യവിഷബാധ ഏൽക്കാൻ സാധ്യത കാണുന്നു. മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം. തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. മാനസികമായ സമ്മർദ്ദങ്ങളിൽ നിന്ന് പൂർണ്ണ മോചനം ലഭിക്കും. അപ്രതീക്ഷിതമായ ബന്ധുക്കളിൽ നിന്നോ പ്രിയപ്പെട്ടവരിൽ നിന്നോ സാമ്പത്തികമായും മാനസികമായും മികച്ച പിന്തുണ നേടിയെടുക്കാം. ജീവിതത്തിൽ സന്തോഷം നൽകുന്ന വാർത്തകൾ കേൾക്കാൻ ഇടവരും. കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം. പൂയം ആയില്യം. വളരെ കാലമായി കാണാതിരുന്ന സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും കണ്ടുമുട്ടുവാൻ അവസരമുണ്ടാകും. തൊഴിൽ രംഗത്തെ വിജയവും വലിയ സാമ്പത്തിക ലാഭവും ബിസിനസ്സിലെ പുരോഗതിയും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. മനസ്സിന് സന്തോഷം നൽകുന്ന വാർത്തകൾ തേടിയെത്തും. ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. ആഡംബരങ്ങൾക്കായുള്ള ചെലവുകൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് കാരണമാകുമെന്നതിനാൽ അത്തരം പണമിടപാടുകൾ പൂർണ്ണമായും മരവിപ്പിക്കുക. സ്വത്ത് തർക്കങ്ങളിലോ കേസുകളിലോ തിരിച്ചടികൾക്ക് സാധ്യതയുണ്ട്. കോപം നിയന്ത്രിച്ചില്ല എങ്കിൽ വാക്കുതർക്കങ്ങൾ വഴി വലിയ നഷ്ടങ്ങൾ സംഭവിച്ചേക്കാം. കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം. അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. രോഗാതി ദുരിതങ്ങളും ധനക്ലേശവും തൊഴിൽപരമായ പരാജയങ്ങളും നേരിടേണ്ടി വരും. ശത്രുശല്യം വർദ്ധിക്കാനും കോടതി കേസുകളിൽ തിരിച്ചടി ഉണ്ടാകുവാനും സാധ്യതയുണ്ട്. വ്യക്തിപരമായ രഹസ്യങ്ങൾ ആരുമായും പങ്കുവയ്ക്കാതിരിക്കാനും പ്രകോപനങ്ങളോട് പ്രതികരിക്കാതിരിക്കാനും ശ്രദ്ധിക്കുക. തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം. ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. ശുക്രന്റെ അനുഗ്രഹത്താൽ തൊഴിൽ വിജയവും സാമ്പത്തിക നേട്ടവും ബന്ധുസമാഗമവും ഫലം. ബിസിനസ് രംഗത്തുള്ളവർക്ക് പുതിയ പ്രോജക്റ്റുകൾ ലഭിക്കും. ദമ്പതികൾക്കിടയിൽ സ്നേഹവും വിശ്വാസവും വർദ്ധിക്കും. മനസ്സിന് കുളിർമ നൽകുന്ന കാര്യങ്ങൾ സംഭവിക്കുകയും ചെയ്യും. വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം. അനിഴം തൃക്കേട്ട. സമൂഹത്തിൽ മാന്യതയും പ്രശസ്തിയും വലിയ തോതിൽ വർദ്ധിക്കും. തൊഴിൽ രംഗത്ത് ഉന്നത പദവികൾ ലഭിക്കാൻ സാധ്യത കാണുന്നു. ഭാര്യയിൽ നിന്നും മക്കളിൽ നിന്നും ലഭിക്കുന്ന സ്നേഹവും സഹകരണവും കുടുംബജീവിതവും അത്യന്തം സന്തോഷകരമാക്കും. ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. തൊഴിൽപരമായ ബുദ്ധിമുട്ടുകൾക്കും നിലവിലെ പദവി നഷ്ടപ്പെടുവാനും സാധ്യതയുണ്ട്. എന്നാൽ വിദേശവാസത്തിനും അവിടെ ജോലി ലഭിക്കുവാനും അനുകൂലമായ അവസരമൊരുങ്ങും. എല്ലാ കാര്യങ്ങളിലും ചെറിയ അലസതയും മടിയും പ്രവർത്തനങ്ങളെ ബാധിക്കാതെ നോക്കുക. മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം. തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ ശ്രദ്ധക്കുറവും ഓർമ്മക്കുറവും അനുഭവപ്പെടാം. ഉറക്കക്കുറവ് അലട്ടാതിരിക്കാൻ ഉറങ്ങുന്നതിന് മുൻപ് ഡിജിറ്റൽ ഉപകരണങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുക. വരവിനേക്കാൾ കൂടുതൽ ചെലവ് വരുന്നതിനാൽ കർശനമായ സാമ്പത്തിക അച്ചടക്കം ആവശ്യമാണ്. കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം. ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങളും സമ്മാനങ്ങളും തേടിയെത്തും. ശുക്രപ്രഭാവം മൂലം വലിയ മാനസിക സംതൃപ്തിയും പ്രശസ്തിയും സ്വന്തമാക്കാം. സന്തോഷകരമായ സന്താന ഭാഗ്യവും ഗൃഹത്തിൽ സമാധാനവും അനുഭവത്തിൽ വരും. മീനം രാശി പൗരുരുട്ടാതി അവസാന കാൽഭാഗം. ഉത്രട്ടാതി രേവതി. മാനസികമായും ശാരീരികമായും നേരിയ തോതിൽ സുഖക്കുറവ് അനുഭവപ്പെടും. അടുത്ത ബന്ധുക്കളിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നോ അപ്രതീക്ഷിത തിരിച്ചടികളും വഞ്ചനയും നേരിടേണ്ടി വരാം. അതിനാൽ പ്രധാന കാര്യങ്ങൾ സ്വയം കൈകാര്യം ചെയ്യുക. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി EV 9746812212.